ഞാനിപ്പോൾ KMIF സിത്താര യൂണിറ്റിൻ്റെ പ്രസിഡൻ്റാണെന്ന് പറയാനുള്ള കാരണം സിത്താര യൂണിറ്റിൽ ഞങ്ങൾ 7ാമത്തെ വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ്. ഇതുവരെ അൽഹംദുലില്ലാഹ് ഞങ്ങൾ 13ഓളം പെൺകുട്ടികളെ സാധു പെൺകുട്ടികൾ വിവാഹം നടത്തിയിട്ടുണ്ട്. ഇതിനകത്ത് ബഹുമാനപ്പെട്ട കബീർ ഉസ്താദും ബഹുമാനപ്പെട്ട നൗഷാദ് ബാഖവിയും അതുപോലെ ഖാസിം ഉസ്താദും ഞങ്ങളുടെ 5 വാർഷികത്തിനും ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മഹർ 2015 എന്നും പറഞ്ഞ് ഒരു പരിപാടി കാസർഗോഡ് നടന്നതിൻ്റെ പേരിൽ ഉസ്താദുമാരെ കുറ്റം പറയുന്ന ഒരവസ്ഥയുണ്ടായി. ഞങ്ങൾക്ക് തെക്കൻ കേരളത്തിലെ പണ്ഡിതന്മാരുള്ള അസൂയ മൂത്തിട്ട് ചില നടത്തിയ നാടകമാണ് ഇത് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ നൗഷാദ് ബാഖവി ഉസ്താദാണെങ്കിലും അതുപോലെ കബീർ മൗലവി ആണെങ്കിലും അതുപോലെ ഖാസിം ഉസ്താദാണെങ്കിലും ഞങ്ങളുടെ യൂണിറ്റിലും വന്നിട്ട് സാധു പെൺകുട്ടികളുടെ വിവാഹം നടക്കുന്ന വേദി ആയതുകൊണ്ട് അവർ ഞങ്ങൾ കൊടുക്കുന്ന 3000-ഓ 2000-ഓ ചിലപ്പോൾ കാശ് പോലും വാങ്ങിക്കാതെ പോകുന്ന അവസ്ഥ ഞങ്ങൾക്ക് ഒരുപാട് പേർക്ക് അനുഭവമുള്ളതാണ്. ഒരുപാട് യൂണിറ്റുകൾക്കും അതുപോലെ ഒരുപാട് സഹസംരക്ഷണ സമിതികൾക്കും അനുഭവമുള്ളതാണ്. ഈ അനുഭവം ഇവിടെ പങ്കുവെക്കാതിരിക്കാൻ വയ്യ. കാരണം അവർക്ക് കൊടുത്ത 50,000 ആയാലും 1,00,000 ആയാലും അവർ ചോദിച്ച് വാങ്ങിച്ചതല്ല, അവിടെ കൊടുത്തതാണ്. പക്ഷേ ഇത് AP-ക്കാരുടെ ഒരു ഗൂഢാലോചന ഇതിൽ ഉണ്ടെന്ന് തീർത്തും നമുക്കറിയാവുന്ന കാര്യമാണ്. കാരണം AP ഉസ്താദ് കാശ് കൊടുത്തപ്പോൾ കാശ് വാങ്ങിച്ചില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇത് അവരുടെ നേതാവ് ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും കളിയാണ്. തെക്കൻ കേരളത്തിലെ ഉസ്താദുമാരെ നാണം കെടുത്തുവാൻ വേണ്ടിയുള്ളൊരു പരിപാടിയാണ്, ഒരു ഗൂഢാലോചനയാണ്. നൗഷാദ് ബാഖവി ഉസ്താദൊക്കെ അവർ കാണാൻ തുടങ്ങിയ 2 വർഷമാണെങ്കിലും ഞങ്ങൾ 10 വർഷത്തോളമായി നൗഷാദ് ബാഖവി ഉസ്താദിനെയൊക്കെ കാണുന്നുണ്ട്. അവർ ഇതേവരെ ഒരാളുടെ അടുത്ത് ചോദിച്ച് വാങ്ങിച്ചതായിട്ട് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ അനുഭവം ഞങ്ങളുടെ യൂണിറ്റിൽ വന്നിട്ട് ഞങ്ങൾ കൊടുത്ത 2000-ഓ 3000-ഓ കാശ് വാങ്ങിച്ചുകൊണ്ട് അവർ പോയിട്ടുണ്ട്. അതും വാങ്ങിക്കാതെയും പോയ അവസ്ഥകളുണ്ട്. ഞാൻ തന്നെ ഇടവായിൽ ജോലി നോക്കുമ്പോൾ നൗഷാദ് ബാഖവി നല്ല പ്രഭാഷകനായിട്ട് തിളങ്ങി നിൽക്കുന്ന സമയത്താണ് 2 ദിവസം കൊണ്ടുവന്നത്. അന്ന് എത്ര ലക്ഷത്തോളം രൂപ മദ്രസയ്ക്ക് വേണ്ടി പിരിച്ചിട്ട് പോലും അദ്ദേഹത്തിന് കൊടുത്ത തുച്ഛമായ കാശാണ്. അത് വാങ്ങിച്ചുകൊണ്ട് അദ്ദേഹം അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് പോയ ആളാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരന്മാർ ഇതെല്ലാം ഷെയർ ചെയ്യണം, അവരവരുടെ അനുഭവമുള്ള കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യണം. കാരണം തെക്കൻ കേരളത്തിലെ പണ്ഡിതന്മാർ ഇത്രയും ഉയർന്നു വരുന്നത് അവർക്ക് സഹിക്കാൻ പറ്റൂല, AP-ക്കാർക്ക് തീരെ സഹിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് അവരിത് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഈ AP-ക്കാരുടെ ഈ കുതന്ത്രത്തിൽ നമ്മൾ ആരും പെടാതിരിക്കണം. നമ്മുടെ ഉസ്താദുമാർക്കെല്ലാം അല്ലാഹു തആല ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.